ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ വെള്ളാപ്പള്ളി ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം എൻ്റെ എല്ലാ വീഡിയോകളും പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, അതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കാര്യത്തെക്കുറിച്ച് പറയാം. സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ മെയിൻ സ്ലാബ് അല്ലെങ്കിൽ സൺഷെയ്ഡ് വാർക്കാൻ നേരത്ത് LED സ്പോട്ട് ലാമ്പുകൾ കൊടുക്കാനായിട്ട് നമ്മൾ പലരും തന്നെ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൺസീൽഡായിട്ടൊരു ജംഗ്ഷൻ ബോക്സ് വെക്കാറുണ്ട്. സൺഷെയ്ഡ് മാത്രമേ ഇങ്ങനെ ജംഗ്ഷൻ ബോക്സ് വല്ല കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ സൺഷെയ്ഡ് അല്ലാണ്ട് മെയിൻ സ്ലാബ് ചില സ്ഥലത്ത് താഴ്ത്തി വാർക്കാറുണ്ട്. സിറ്റ് ഔട്ട് മാത്രം താഴ്ത്തി അല്ലെങ്കിൽ കാർ പോർച്ച് മാത്രം താഴ്ത്തി വാർക്കാറുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഈ സൺഷെയ്ഡിൻ്റെ വെളിയിലേക്ക് പുറത്തേക്ക് വരുന്ന കമ്പി ടോപ്പ് ലോഡായിരിക്കും. ടോപ്പ് ലോഡ് എന്ന് പറയുമ്പോൾ പൊങ്ങി നിൽക്കും തട്ടിൽ നിന്ന്. അത് ഒരുപാട് പൊങ്ങി നിൽക്കും. അങ്ങനെ പൊങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഇലക്ട്രീഷ്യന്മാർ ജംഗ്ഷൻ ബോക്സ് ആ കമ്പിയിൽ വെച്ച് കെട്ടിയിട്ട് പോകും. അപ്പോൾ നമ്മൾ വാർക്കാൻ നേരത്തെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നടത്തുന്ന കൺസ്ട്രക്ഷൻ മേസന്മാർ അല്ലെങ്കിൽ പണിക്കാർ അത് കമ്പി മുകളിലേക്ക് പൊക്കി വെച്ച് അത് വാർക്കും. മുകളിലേക്ക് പൊക്കി വെച്ച് വാർക്കാൻ നേരത്തെ ഓൾറെഡി ഈ ജംഗ്ഷൻ ബോക്സ് പൊങ്ങി നിൽക്കും. തട്ടിൽ നിന്ന് പൊങ്ങി നിൽക്കും. 1 ഇഞ്ചൊക്കെ പൊങ്ങി നിൽക്കും. അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് വഴി നമുക്ക് നാളെ അതിൻ്റെ വയറിങ് ചെയ്യാൻ നേരത്ത് ഈ ബോക്സ് നമുക്ക് വെളിയിലേക്ക് കിട്ടില്ല. ബോക്സ് ഉപയോഗപ്രദമാകില്ല. അത് ഉപയോഗപ്രദം ആകാണ്ട് വരുമ്പോൾ പിന്നീട് മുന്നിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വേറെ ജംഗ്ഷൻ ബോക്സ് അഡീഷണൽ വെക്കേണ്ടെങ്കിൽ ഒരു അടിയിൽ നിന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ലീവ് അടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ ബോക്സ് തറയിൽ, അതായത് തട്ടിൻ്റെ മുകളിൽ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ആ ബോക്സിൻ്റെ ടോപ്പിലായിട്ടൊരു കമ്പി, ചെറിയ കമ്പി കഷ്ണം വെച്ചങ്ങ് കെട്ടുക. മറ്റേ കമ്പികൾ തമ്മിൽ അതിൻ്റെ മുകളിൽ വെച്ച് കറക്റ്റ് വരാൻ പാകത്തിന്, സെൻറ്ററിൽ വരാൻ പാകത്തിന് കെട്ടിയതിന് ശേഷം ഒരു കവറിങ് കട്ട അതിൻ്റെ മുകളിൽ വെച്ച് അങ്ങോട്ട് അതോടുകൂടി ചേർത്താൻ കെട്ടുമ്പോൾ ഈ കവറിങ് ബോക്സ് കട്ട മറ്റേതിനെ മുകളിലേക്ക് പൊക്കാതെ സഹായിക്കും. ഈ കമ്പി അതിനൊരു സപ്പോർട്ട് പോകും. ഓക്കെ, ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ സിറ്റ് ഔട്ടോ കാർ പോർച്ചൊക്കെ താഴ്ത്തി വറക്കുമ്പോൾ നമുക്ക് ഇത് എളുപ്പമാകും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്സ്. അപ്പോൾ ലൈക്കും സപ്പോർട്ടും മറക്കാം.